സൗദി അറേബ്യ ഇത്രയും ശക്തമായ രാജ്യം പലസ്തീനികളായ സഹോദരന്മാരോട് പറഞ്ഞു വരിക്കുമ്പോൾ സൗദി അറേബ്യ വെറും യോഗം കൂടി പിരിയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു സൈനിക നീക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും സൗദി അറേബ്യ നേരിട്ട് നടത്തുന്നില്ല എന്നതാണ് വലിയൊരു വിമർശനം. എന്തായിരിക്കും സൗദി ആ ഒരു നിലപാടെടുക്കാറ്? ഒരു പശ്ചാത്തലം എന്തായിരിക്കും? ഇന്നത്തെ കാലത്ത് ഓരോ രാജ്യങ്ങൾക്കും രാജ്യാതിർത്തികളും അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അമേരിക്ക, റഷ്യ, ചൈന പോലുള്ള അധിനിവേശ ശക്തികൾക്കല്ലാത്ത സൗദിയെ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയുന്നത്, ഈ ആവേശ കമ്മിറ്റിക്കാർ ഇന്ത്യയിലെ പല ഭാഗത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട കൂട്ടക്കൊലകൾക്ക് വിധേയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഗുജറാത്ത് പല രാജ്യം. എന്നാൽ ഈ ആവേശ പ്രസ്ഥാനങ്ങൾ അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോയിട്ട് അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ചെറുക്കാനോ അവരാരെങ്കിലും എല്ലാ സൗകര്യം ഉണ്ടായിട്ട് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തടസ്സമില്ല. മാത്രമല്ല അവരെ പിന്നെ സാമൂഹിക സന്നദ്ധ സേന ഉള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവരാരെങ്കിലും ഇതുപോലുള്ള ആസാമിലേക്കോ ഡൽഹിയിലേക്കോ ഗുജറാത്തിലേക്കോ ഈ അവസാനം ഈ അടുത്ത് മേവാത്തിലേക്കോ ഇവരുടെ പ്രസ്ഥാനക്കാരെ പറഞ്ഞയക്കുന്നതിനോ അവിടുത്തെ പീഡിതരായ മുസ്ലിങ്ങളെ പ്രതിരോധിക്കുന്നതിനോ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ പോയില്ല? സൗദി മറ്റൊരു രാജ്യമാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം. ആ സൗദിക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറുന്നതിന് അന്താരാഷ്ട്രമായ പ്രശ്നങ്ങളുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആണ് ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധിക്കുക. മറ്റൊരു അജണ്ട ഇഖ്വാനും ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാം ആഗ്രഹിക്കുന്നത് സൗദി ഇതിൽ ഇടപെട്ടിട്ട് സൗദിയെ ആഭ്യന്തരമായി തകർക്കാനും സൗദിയെ ഇസ്രായേലും ഇറാനും ഭാഗിച്ച് എടുക്കുവാനും അവരുടെ സാമ്പത്തികമായി തകർത്ത് മുസ്ലിങ്ങളുടെ പരിശുദ്ധ ഹറമിനെ വരെ നശിപ്പിക്കുക എന്ന അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. സൗദിയുടെ നേതാക്കൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒരുക്കിയ കെണിയിൽ സൗദി വീണില്ല.